എങ്ങനെയുണ്ട് പടം? നല്ല ഇടിവെട്ട് പടമാ സാറേ. ഈ സാധനം പടം കത്തിച്ചു ബ്രോ, ഒരു രക്ഷയില്ല. കിടിലം. സെക്കൻഡ് ഹാഫിന്റെ ഗ്രാഫ് വേറെ. സത്യം സാർ, കോരി കോരി തരിച്ചു പോയി. സത്യം പറ ബാബു, വെക്കടാവിടെ നല്ല പടമാണോ? നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ട സിനിമയാണ്. മനോഹരമായ പോപ്കോൺ, നല്ല AC, സുന്ദരമായിട്ട് കിടന്നുറങ്ങാം. എന്താടാ ശ്യാമ ഒരു ഉഷാറില്ലാത്ത? ഹാപ്പി ആണെന്ന് വെച്ചാൽ നമുക്കൊരു ടെംപ്ലേറ്റ് പടമാണ്. പക്ഷെ കുഴപ്പമില്ല. പക്ഷേ എന്ത് പക്ഷേ കൊള്ളാം. ഒരു പൈസക്ക് പടം പോലെ ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ നീയാണെന്ന് പറഞ്ഞു. എന്തിന്? അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ. വലിയ കുഴപ്പമില്ല. പണം കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഇയാളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് പൊട്ടൂല, എങ്കിലും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഖലീഫ ഒരു അൺഅപ്പോളജറ്റിക് ഔട്ട് ആൻഡ് ഔട്ട് മാസ് കമേഴ്ഷ്യൽ സിനിമയാണ്. എന്നെ അതിലേക്ക് ആകർഷിച്ചത് അഗെയിൻ അതിനകത്തൊരു രസമുള്ളൊരു കഥയും കഥാപാത്രവും ഉണ്ട്. വികാരങ്ങളുടെ വിസ്ഫോടനങ്ങളോ വിജൃംഭങ്ങളോ ഇല്ലാത്ത വൃത്തികെട്ട സ്ക്രിപ്റ്റ്. എന്റെ കാൽക്കുലേഷൻസ് ഒക്കെ റോങ് ആയിരുന്നു. ബലൂൺ പൊട്ടിയതുമില്ല, സുല്ലേട്ടൻ ഞെട്ടിയതുമില്ല. 90s-ലും 2000-കളിലൊക്കെ നമ്മൾ കണ്ട് ക്ലീഷേഡ് ആയിട്ടുള്ള കുറേ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഫീൽഡ് ഔട്ട് ആവാൻ വരെ കാരണമായിട്ടുള്ള തരത്തിലുള്ള ഒരു സിനിമ. എന്തോന്നു? കൈമൽ മാഷിന്റെ മോൻ എല്ലാം പഠിച്ചു, മാത്രം പഠിച്ചില്ല. പോയി എന്റെ അഭിപ്രായത്തിൽ ഷോക്കാണ്. ഒരുമാതിരി അയനും KGF-ഉം പിന്നെ കുറച്ച് റൺവേ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പടം പോലെയാണ് പേഴ്സണലി. ஃபர்ஸ்ட் லுக் நல்லா இருக்கு, டெய்லர் நல்லா இருக்குன்னு கூட்டு வந்தானே. நான் தான் சொன்னனே நல்லா இருக்காது. என்ன നമ്പുടിയടാ. ഇറ്റ്സ് എ വാച്ചബിൾ മൂവി, നമുക്ക് ചുമ്മാ കണ്ടോണ്ടിരിക്കാം. പക്ഷെ കുറച്ചും കൂടെ ഇവർ ഈ സ്റ്റോറിയിലും സ്ക്രീൻ പ്ലേയിലും കൂടെ കുറച്ചും കൂടെ ജില്ലാക്കിയിരുന്നെങ്കിൽ പടം അടിപൊളിയായിട്ട് നിന്നേരും. എന്താ ഒരു വിഷമം പോലെ. വിഷമൊന്നുമില്ലടാ. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? ക്ലൈമാക്സ് കൊണ്ട് വേറെ അടിപൊളി തിയേറ്റർ ലാസ്റ്റ് ആയപ്പോ കത്തിച്ചു. ലാലേട്ടൻ തൂക്കി പൊളി. അവസാനത്തെ 15 മിനിറ്റ് പൊളി കത്തിച്ചു. ഞങ്ങൾ ഫാൻസുകാർ പറയാണെന്ന് വിചാരിക്കണ്ട. സെക്കൻഡ് ഹാഫിലൊരു 4 സീനുണ്ട്. അറിഞ്ഞു പിടിച്ചിരിക്കല്ലയോ. ഈ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ലാലേട്ടൻ വന്ന സമയത്ത്. കാരണം ഇതെത്ര നാളായതറിയ ഈ പരിപാടിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ലല്ലോ. ലാലേട്ടൻ്റെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഖലീഫ പാർട്ട് 1 ദി ഇൻട്രോ എന്ന്. ഈ കഥാപാത്രത്തിന്റെ ഇൻട്രോ മാത്രമാണ് ഖലീഫ പാർട്ട് 1. സോ ഒരു മോശം, വളരെ മോശം ഒരു സ്ക്രിപ്റ്റിനകത്ത് കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇതിന്റെ സീക്വല് പോയിട്ട് ഇത് തന്നെ കണ്ടു തീർക്കാൻ പെട്ട പാട്. ഇത് നാടകത്തിന്റെ സ്ക്രിപ്റ്റാ അല്ലെങ്കിൽ കസായ ഗ്രൂപ്പാ? താഴെ സ്ക്രിപ്റ്റ് ചെയ്തേക്കണം. സ്ക്രിപ്റ്റ് പോരാ, സ്ക്രിപ്റ്റിനും വിലയില്ല. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ജന്നാത്തിലെ മെയ്യാകെ മനദാരിലെ ശലായ